നമ്മുടെ ഇടയിലുണ്ടായിരുന്ന മനുഷ്യരാണ്. നമ്മളെപ്പോലെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ജീവിച്ച മനുഷ്യരാണ്. ഉറങ്ങാൻ കിടന്നവർ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ. അവർ ആ ഉറക്കത്തിൽ അവരുടെ മുകളിലേക്ക് ഭൂമി ഒന്നടങ്കം ഒഴുകിയെത്തുക, ചെളിയും മണ്ണും കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ പറയാൻ അതിൻ്റെ ഒരു സങ്കടം മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ കൂടെ അവരിനി ഇല്ല. ഇനി ആ മണ്ണിൽ പുതഞ്ഞു പോയവരെ നമുക്ക് തിരികെ എത്തിച്ച് അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ സംവിധാനങ്ങൾ ഇപ്പോൾ കുട്ടൻ പറഞ്ഞതുപോലെ വ്യാപകമായി 40 ടീമുകൾ 6 സെക്ടറുകളായി തിരിച്ച് ഓരോ മേഖലയും ഇപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൂരൽമല ഒരു ഭാഗത്ത്, അതിനോടൊപ്പം ചേർന്നിട്ടുള്ള അട്ടമല, ആറന്മല പോലുള്ള പ്രദേശങ്ങൾ, പിന്നീട് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ഈ പ്രദേശങ്ങൾ ഇങ്ങനെ പലവിധ സോണുകളായി തിരിച്ചിട്ടുള്ള ഒരു സമഗ്രമായ തെരച്ചിൽ സംവിധാനം. അതിന് ആധുനിക ഉപകരണങ്ങൾ, ഒപ്പം തന്നെ ഈ കടാവേർ നായ്ക്കളെ പോലുള്ള മണ്ണിനടിയിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് മണത്തറിയാൻ കഴിയുന്ന നായ്ക്കളുടെ കൂട്ടം, ഇതൊക്കെ കൊണ്ടുവന്ന് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വലിയ രക്ഷാപ്രവർത്തനം, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടനൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനം മടുപ്പിക്കുന്നൊരു ഭൂമിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾക്ക് ഈ വാർത്തകൾ പുറം ലോകത്തോട് അത് പറയണമല്ലോ. അതെ മനു, ഈ മുണ്ടക്കൈയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ അതിമനോഹരമായ കേന്ദ്രങ്ങളായിരുന്നു, അതിമനോഹരമായ ടൂറിസം കേന്ദ്രങ്ങളായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെയുള്ള റിസോർട്ടുകളൊക്കെ വന്ന് താമസിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് നമുക്കറിയാം, തൊട്ടടുത്ത പ്രദേശത്തിലും പുത്തുമലയിലും വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയിരുന്നു. അവിടെയും വലിയ ദുരന്തമുണ്ടായിരുന്നു. പക്ഷേ ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഇപ്പോഴും ഇവിടെ ജനങ്ങളുടെ ഒരു മാനസിക നില, ഈ അപകടത്തിൽപ്പെട്ടവരുടെയും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെയും മാത്രമല്ല പൊതു ആൾക്കാരുടെ തന്നെ ഒരു മാനസിക നില എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ദുരന്തം നേരിട്ട് കണ്ടവർ കൂടെ നിൽക്കുന്നു, അതായത് ഒരു റൂമിൽ താമസിക്കുന്നു, മറ്റേ റൂമിലുള്ളവർ ഒഴുകിപ്പോകുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ ഞങ്ങളോടൊക്കെ ഈ ആൾക്കാർ പറയുന്ന സങ്കടകഥകൾ ഇപ്പോഴും വലിയ രീതിയിലുള്ള സങ്കടങ്ങളാണ്. നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും മകനും ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വെള്ളം വന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഈ 3 പേരും അങ്ങ് ഒലിച്ചു പോവുകയായിരുന്നു. 3 പേരും ഒലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വീടുകളിലെ ആൾക്കാരൊക്കെ ലയങ്ങളിലെ ആൾക്കാരൊക്കെ ഒലിച്ചു പോകുന്നതൊക്കെ അവർ ഈ അവരുടെ ഒച്ചയിലൂടെയൊക്കെ കാണും. അവർ അലറി വിളിക്കുന്നതിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറേ ആൾക്കാർ ഈ പുഴയിലേക്ക് വീണു. ഇവർ അതിൽ ഭർത്താവ് അവിടെ ആ സ്കൂളിന് തൊട്ടടുത്തേക്ക് പെട്ടെന്ന് മാറി അവിടെ അങ്ങ് വീഴുകയായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിൽ ആശങ്കയായിരുന്നു, ഭാര്യയ്ക്കും മകനും എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ ഭാര്യ തൊട്ടടുത്ത പുഴയിലേക്ക് വീഴാതെ അവിടെ ഒരു ഈ കഴുത്ത് വരെ മണ്ണിനടിയിൽ പൊതഞ്ഞു പോകുന്ന രീതിയിലേക്ക് അങ്ങനെ രക്ഷാപ്രവർത്തനത്തെ രക്ഷപ്പെടുത്തി. അതൊക്കെ അവർ പറയുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു ദൈനംദിന ജീവിതത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പരിചിതമല്ലാത്തൊരു സംഭവങ്ങളാണ്. ഇത്തരത്തിൽ ദുരന്ത വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നല്ലാതെ ഈ ഒരു മേഖലയിലെ ജനങ്ങളുടെ ജീവിതം, ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്താണ് പുത്തുമലയിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു അപകടം നടന്നത്. അതിൻ്റെ ഒരു ആഘാതം മറയുന്നതിന് മുമ്പേ ഇവിടെയും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമാനതകളില്ലാത്ത ദുരന്തം. അതെങ്ങനെ ഈ നാട് അതിജീവിക്കുമെന്ന് സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഒരു സർക്കാർ, അതായത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഈ മാനസിക നില സ്വാഭാവികമായും വലിയ സമ്മർദ്ദത്തിലും വലിയ ആശങ്കയിലും ഒക്കെ ആയിരിക്കും. അത് റെഡിയാക്കുന്നതിന് വേണ്ടി, അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള തയ്യാറാക്കും. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ള ശ്രീറാം സാംബശിവറാവു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തിരച്ചിൽ മറുഭാഗത്ത് ആരംഭിച്ചു. ഒരു പൂർണ്ണമായ സേന ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് അല്പസമയത്തിന് തന്നെ പ്രവേശിക്കും. മനു, കുട്ടൻ, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ മറുഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് കട്ടിംഗ് യന്ത്രങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ കൂടുതലായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ വീടുകളുടെ കൂമ്പാരം ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതിനടിയിൽ മനുഷ്യ ശരീരങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് അകത്തേക്ക് കടന്നാലേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആവശ്യമായ ഉപകരണങ്ങളൊക്കെ
എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, നമ്മൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിനായിരുന്നു, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ ജീവനോടെ നമുക്ക് 6000-ഓളം ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഈ മഹാദുരന്ത ഭൂമിയിൽ നിന്നും അത്രയും ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ വലിയൊരു മികവിനെ തന്നെയാണ്, അതിൻ്റെ ഒരു ശാസ്ത്രീയതയെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ പരിഗണന നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അതിനുള്ളിൽ കിടക്കുന്ന ആളുകളെ പുറത്ത് എടുക്കുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുടെ ഏകോപനത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടർ ഡി മേഘശ്രീ അടക്കമുള്ളവരാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ബെയിലി പാലത്തിലൂടെ എന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ, വയനാട് ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം നടത്തുന്ന ശ്രീറാം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ബെയിലി പാലത്തിൽ കൂടെ എത്തി ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും അതിൻ്റെ ഒരു ഏകോപനം സാധ്യമാക്കുന്നതും. മന്ത്രിമാരൊക്കെ രാവിലെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായി മന്ത്രിമാർ ഇവിടെ അതിരാവിലെ തന്നെ എത്തി പ്രവർത്തനങ്ങൾ കോർഡിനേഷൻ നടത്തിയിരുന്നു. ഇപ്പോഴാ ഈ പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് തെരച്ചിൽ സംഘം പ്രവേശിക്കുകയാണ്. മാധ്യമങ്ങളും ആ ഭാഗത്തേക്ക് കടക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള ഇത്തരത്തിലുള്ള തിരച്ചിലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഊർജിതമായ രീതിയിലുള്ള തിരച്ചിലാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മനു.